ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേൽ ദേശം വിട്ട് മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയ എലീമലേക്കിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തിയാണ് രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. ഭാര്യ നെബോമി, മഹ്ലോൻ, കില്യോൻ എന്ന 2 പുത്രന്മാർ. അവരുടെ ഭാര്യമാർ മോവാബി സ്ത്രീകളായ ഓർപ്പയും രൂത്തും. മോവാബ് ദേശത്ത് വന്ന ഈ കുടുംബത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടു. എലീമലേക്ക് മരിച്ചു. അതിനുശേഷം 2 പുത്രന്മാരും മരിച്ചു. ആണുങ്ങളെല്ലാം മരിച്ച ഭവനത്തിൽ സഹോദരിമാർ മാത്രം ശേഷിച്ചു. 1-ാം വാക്യത്തിൽ ക്ഷാമം നിമിത്തമാണ് അവർ ദേശം വിട്ടതെങ്കിൽ 22-ാം വാക്യത്തിൽ ശേഷിച്ചവർ മടങ്ങി വിട്ട ദേശത്ത് വന്നപ്പോൾ അവിടെ ക്ഷാമം മാറി യവക്കൊയ്ത്തിൻ്റെ ആരംഭം എത്തിയിരുന്നു. ദൈവം ആക്കി വെച്ച ദേശത്ത് ക്ഷാമം വന്നു എന്ന് കണ്ടാണ് മെച്ചപ്പെട്ട സ്ഥലവും ദേശവും അന്വേഷിച്ച് അവർ പുറപ്പെട്ടത്. എന്നാൽ പോയ ദേശം അവർക്ക് നഷ്ടങ്ങൾ മാത്രം തന്നു. എന്നാൽ അവർ വിട്ട അവരുടെ സ്വന്തം ദേശത്തെ ദൈവം സന്ദർശിച്ച് ദേശത്തിലെ ക്ഷാമത്തെ മാറ്റി അനുഗ്രഹത്തെ കൊടുത്തു. ദൈവം ആക്കി വെക്കുന്ന ദേശത്ത് നാം നിന്നാൽ ഇന്ന് ഒരുപക്ഷെ ക്ഷാമമാകാം. എന്നാൽ ദൈവം തൻ്റെ സമയത്ത് മുൻമഴയും പിന്മഴയും അയച്ച് ക്ഷാമത്തെ മാറ്റി കൊയ്ത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരും. ക്ഷാമം നോക്കി നിരാശപ്പെടേണ്ട. ദൈവം നമുക്കായി ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്.